അവനെ ആരാധിച്ചു പോരുന്ന വിശ്വാസികളുടെ സമൂഹം അവൻ തന്നെ നിശ്ചയിച്ചു തന്നിട്ടുള്ള ബലിപെരുന്നാൾ ആഘോഷത്തിലാണ് ഇന്ന്. ലോകത്തുള്ള മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം ആളുകളും ഇന്നാണ് പെരുന്നാൾ നമസ്കരിക്കുന്നത്. പെരുന്നാൾ ആത്മീയമായി മക്കയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. മക്കയിൽ നടക്കുന്ന ഹജ്ജ് കർമ്മത്തിൻ്റെ അനുബന്ധമാണ് ബലിപെരുന്നാൾ. അപ്പോൾ ഇന്നാണ് അവിടെ ഹജ്ജ്, യൗമുൻ നഹർ, ഇന്നലെ അറഫ. ഇന്ന് ഹാജിമാർ മിനായിലേക്ക് വന്ന് ജംറത്തുൽ അഖബയിൽ കല്ലെറിയുകയും ബലികർമ്മം നിർവഹിക്കുകയും തലമുണ്ടനം ചെയ്യുകയും അല്ലെങ്കിൽ മുടി വെട്ടുകയും കഴിയുമെങ്കിൽ ഇന്ന് തന്നെ പോയി തവാഫുൽ ഇഫാദത്ത് നടത്തുകയും തിരിച്ച് മിനായിലേക്ക് തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ദിവസമാണ്. ഹജ്ജിലെ ഏറ്റവും തിരക്ക് പിടിച്ച ദിവസമാണ് ഇന്ന് എന്നർത്ഥം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരാധനയായതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ഇന്നാണ് പെരുന്നാൾ നടക്കേണ്ടത്. ഈ ദിവസത്തിന് ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് യൗമുൻ നഹർ എന്നാണ് പറയുന്നത്, ബലി ദിവസം. നമ്മളിലേക്ക് ചേർത്തുമ്പോൾ ഈദുൽ അദ്ഹ എന്ന് പറയും, ബലി അറക്കുന്ന ആഘോഷം. ആ ദിവസമാണ് ഇന്ന്. ഇത് ഞാനിങ്ങനെ സൂചിപ്പിക്കുന്നത് നമ്മുടെ പരിസരത്തുള്ള മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും, കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും നാളെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്ന് ആഘോഷിക്കുന്ന നമ്മൾ ഒരുപക്ഷെ എണ്ണത്തിൽ കുറവായിരിക്കും. ആ വിഷയത്തിൽ ഒരു ജാള്യതയോ ഒരു മനപ്രയാസമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ മനസ്സിൽ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. മക്കയും മദീനയും ബൈത്തുൽ മുഖദ്ദസും ഏകദേശം 40ഓളം വരുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളും മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളും ഈജിപ്തും ഒക്കെ ഇന്നാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാണ്, അതിലൊരു ജാള്യതയും കരുതേണ്ടതില്ല, ഒരു മനപ്രയാസവും കരുതേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, സൗദി അറേബ്യയും മക്കയും അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഭരിച്ചു വരുന്നത് വഹാബികളാണ്. അതുകൊണ്ട് ആ വഹാബികളായ ആളുകളോട് ആരാധനയിൽ താദാത്മ്യം പുലർത്തരുത്, അവർ പറയുന്നത് അനുസരിക്കരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ അപകടകരമായ വാദമുള്ള ആളുകളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധമായ കഅബ ഹാജറ ബീവിയുടെ ജാറമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മക്കയും മദീനയും ഒക്കെ അവരുടെ കയ്യിലായിരുന്നെങ്കിൽ അവിടെ ആയിരക്കണക്കിന് ജാറങ്ങളും തീർത്ഥാടനങ്ങളും പലതും അവിടെ നടക്കുമായിരുന്നു. അതിനെല്ലാം അവസരം ലഭിക്കാതെ അള്ളാഹു അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു വിഭാഗത്തെ, ഭരണകൂടത്തെ അവൻ തിരഞ്ഞെടുത്തതിൽ അസൂയയുള്ള ആളുകളാണ് ഒരു പറ്റം ആളുകൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാതെ നാളേക്ക് വെച്ചിരിക്കുന്നത്. കാരണം അവിടെ വഹാബികളായതുകൊണ്ട് അവരെ അംഗീകരിക്കാൻ പറ്റില്ല. മറ്റൊരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലെ മുസ്ലിംകൾ ബഹുഭൂരിപക്ഷവും എന്നാണോ ആരാധിക്കുന്നത്, എന്നാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത്,
അതിൽ പങ്കുചേരുക, അതിൽ നിന്ന് വേറിട്ട് വ്യത്യസ്തമായൊരു രീതി സ്വീകരിക്കേണ്ടതില്ല, അത് ഒറ്റപ്പെടലാണ് എന്ന വിശ്വാസത്തോടു കൂടിയാണ്. എന്നാൽ നമ്മൾ ഈ പെരുന്നാളൊക്കെ നടത്തുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗപൂർണമായ ജീവിതവുമായി ബന്ധപ്പെട്ട സ്മരണയിലാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. സമൂഹത്തിന്റെ കൂടെ കൂടുകയല്ല ചെയ്തത്. സമൂഹം വിശ്വാസപരമായും ധാർമ്മികമായും എതിർദിശയിൽ സഞ്ചരിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിശ്വാസപരമായും ധാർമ്മികമായും നേരിന്റെ ഭാഗത്ത് നിൽക്കുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും സമുദായത്തെ തിരസ്കരിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെത്. സമുദായത്തിന്റെ കൂടെ കൂടിയ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കൂടെ കൂടിയ ചരിത്രമല്ല, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി നിന്ന് അത് അത്യുജ്വലമായി ആത്മാർത്ഥമായി പ്രഖ്യാപിച്ച ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെത്. സമൂഹം എവിടെ നിൽക്കുന്നു എന്നല്ല നോക്കിയത്. സമൂഹം എതിർത്താലും ഭരണകൂടം എതിർത്താലും പിതാവ് എതിർത്താലും ഞാൻ സത്യത്തിന്റെ ഭാഗത്തും അള്ളാഹുവിൻ്റെ ഇഷ്ടഭാഗത്തും നിൽക്കുമെന്ന് ഉറപ്പിച്ച വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. സൂറത്തുൽ മുംതഹിനയിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരായത്താണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിൽ നിന്ന് ആശയം കിട്ടും. ഞാനിന്നൊരു വലിയ നീണ്ട പ്രഭാഷണത്തിനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളാരും മാനസികമായി ദുർബലരാകരുത്. നമ്മളെ നിർവഹിച്ചതാണ് യഥാർത്ഥത്തിൽ സുന്നത്ത്. നിങ്ങൾ നോക്കൂ, അറഫ ദിവസം കഴിഞ്ഞ് അറഫ നോമ്പ് അനുഷ്ഠിച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നതിന് ഇടക്ക് ഒന്നുമല്ലാത്ത ഒരു ദിവസം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഈ 14 നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞു പോയതായി ഒരു വ്യക്തിക്കും തെളിയിക്കാൻ കഴിയില്ല. പെരുന്നാളും അല്ല, അറഫ ദിവസവുമല്ല, അല്ലെങ്കിൽ അറഫ നോമ്പുമില്ല, പെരുന്നാളുമില്ല. അങ്ങനെ ഒരു ദിവസം, അതിനൊരു പേര് വേണ്ടേ? ഇസ്ലാമിൽ ഈ ദുൽഹജ്ജ് മാസം 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾക്ക് പേരുണ്ട്. ഒന്ന് യൗമു തർവിയ, ദുൽഹജ്ജ് 8, യൗമു അറഫ, ദുൽഹജ്ജ് 9, യൗമു നഹർ, പെരുന്നാൾ ദിവസം, പിന്നെ അയ്യാം, യൗമിന്റെ ബഹുവചനമായ അയ്യാമു തശ്രീഖ്, അതായത് പെരുന്നാളോടനുബന്ധിച്ച് ഉള്ള 3 ദിവസങ്ങൾ. ഇതിനിടയ്ക്ക് യൗമുൽ ഉത്ലത്തി എന്നൊരു ദിവസം ഉണ്ടാവും. യൗമു തർവിയ അത് 8, യൗമു അറഫ അത് 9, പിന്നത്തത് യൗമുൽ ഉത്ല, ഒന്നുമില്ലാത്തൊരു ദിവസം. അങ്ങനെ ഒരു ദിവസം ഇസ്ലാമിലില്ല. നോമ്പില്ല, ഒന്നുകിൽ അറഫ നോമ്പ് അല്ലെങ്കിൽ പെരുന്നാള്. ഈ അറഫ നോമ്പിന്റെയും പെരുന്നാളിന്റെയും ഇടയ്ക്ക് ഒന്നുമില്ലാത്ത ഒരു ദിവസം, ശൂന്യമായ ഒരു ദിവസം ഇസ്ലാമിന്റെ ചരിത്രത്തിലില്ല. വളരെ അബദ്ധമാണ്, ബുദ്ധിശൂന്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അറഫ ദിവസത്തിലല്ലേ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്? അറഫ ദിവസത്തിലാണ്. അറഫ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അതിന് അറഫ ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ച കൂലി കിട്ടൂല. അപ്പൊ ഇന്ന് നോമ്പ് അനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് നോമ്പ് അനുഷ്ഠിച്ചാൽ കുറ്റമാണ് കിട്ടുക. കാരണം ഇന്ന് പെരുന്നാളിന്റെ ദിവസമാണ്. 355 ദിവസമാണ് അറബി പ്രകാരം ദിവസമുള്ളത് ഒരു കൊല്ലത്തിൽ. അതിൽ 5 ദിവസമാണ് നോമ്പ് നോൽക്കൽ ഹറാമായിട്ട് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. 5 ദിവസം നോമ്പ് നോൽക്കൽ ഹറാമാണ്. അതേതാണ് 5 ദിവസം? 1 ശരി പെരുന്നാളിന്റെ ദിവസമാണ്, ശവ്വാൽ 1. 2 ബലി പെരുന്നാളിന്റെ ദുൽഹജ്ജ് 10 ആണ്, പിന്നെ 11 ആണ്, പിന്നെ 12 ആണ്, പിന്നെ 13 ആണ്. ഈ 5 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ ഹറാമാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച മാത്രം നോമ്പ് അനുഷ്ഠിക്കൽ പ്രശംസിക്കപ്പെട്ട കാര്യമല്ല, നിരുത്സാഹപ്പെടുത്തപ്പെട്ട കാര്യമാണ്. കാരണം വെള്ളിയാഴ്ചയെ പറ്റി നബി പറഞ്ഞത് അത് നമ്മുടെ ഒരു ചെറിയ പെരുന്നാളാണ്. വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ ദിവസമാണ്. അത് തിന്നാനും കുടിക്കാനുള്ള ദിവസമാണ്. അതുകൊണ്ട് അന്ന് മാത്രമായിട്ട് ഒരാൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. മറ്റേതെങ്കിലും സുന്നത്ത് നോമ്പ് വെള്ളിയാഴ്ച വന്നാൽ അത് നിർവഹിക്കാം. ഇപ്പൊ ആശുറ എന്ന് വന്നു, അല്ലെങ്കിൽ താസുറ എന്ന് വന്നു, അല്ലെങ്കിൽ അറഫ ദിവസത്തിൽ നോമ്പ് വെള്ളിയാഴ്ച വന്നാൽ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം. അല്ലാത്തപ്പോൾ വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പ് നോൽക്കരുത്. കാരണം വെള്ളിയാഴ്ചയും ഒരു ചെറിയ പെരുന്നാളാണ്. അപ്പൊ പെരുന്നാളിന് നോമ്പ് പാടില്ല എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്നാൽ ഈ 5 ദിവസത്തിൽ തീരെ പാടില്ല. എന്നാൽ മുസ്ലിങ്ങളിൽ, കേരളത്തിലെ മുസ്ലിങ്ങളിൽ
മഹാഭൂരിപക്ഷവും കേരള മുസ്ലിങ്ങളിലെ നവോത്ഥാന സംരംഭമായ മുജാഹിദുകളിലെ നല്ല ഒരു പക്ഷവും ഇന്നാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്. നോമ്പ് ഹറാമായ ദിവസമാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്. വ്യക്തമായി ഉത്തരവാദിത്വത്തോടുകൂടി നമുക്കിത് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയും. കാരണം മക്കയും മദീനയും ബൈത്തുൽ മുഖദ്ദസും അതാണല്ലോ പ്രധാനപ്പെട്ട നമ്മുടെ കേന്ദ്രങ്ങൾ. അവിടെയെല്ലാം ഇന്ന് പെരുന്നാളാണ്. ലോകത്തെ മഹാഭൂരിപക്ഷം ആളുകൾക്കും ഇന്ന് പെരുന്നാളാണ്. ആ പെരുന്നാൾ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നതും ആ പെരുന്നാൾ ദിവസം നോമ്പുമല്ല പെരുന്നാളുമല്ലാതെ വൃഥാവിലാക്കി വിടുന്നത് രണ്ടും ഇസ്ലാമിന്റെ രീതിശാസ്ത്രത്തോട് യോജിക്കാത്തതും ഭൗതികമായ താല്പര്യത്തിന്റെ പരിണിതിയായിട്ട് നമ്മളിലേക്ക് വന്നു ചേർന്നതുമാണ് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. നമുക്കൊരു ആത്മാഭിമാന ബോധം വരാനാണത്. രണ്ടും ഇസ്ലാമികമായിട്ട് തെറ്റാണ്. ഒന്നുകിൽ ഇന്ന് ചെയ്യേണ്ടത് അറഫ നോമ്പ് അനുഷ്ഠിക്കുകയാണ്. അത് തെറ്റാണ്. കാരണം ഇന്ന് പെരുന്നാളാണ്. പെരുന്നാളിന് നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്. മറ്റൊന്ന് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കേണ്ടതാണ്. അത് പെരുന്നാളുമല്ല. അറഫ നോമ്പ് ഇന്നലെ അനുഷ്ഠിക്കുകയും ഇന്ന് വെറുതെ വിടുകയും നാളെ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നത് ആളുകളുടെ സിമ്പതി നേടാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താ? ഇന്നാ ബുറആഉ മിൻകും, ഞാനും എന്നിൽ വിശ്വസിച്ച ആളുകളും സമൂഹമേ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. നിങ്ങളുടെ കൂടാണ്, നിങ്ങളുടെ ഒപ്പം കൂടുകയാണ്, നിങ്ങളിൽ ഒരുവരായിട്ട് നിൽക്കുകയാണ് എന്നല്ല പറഞ്ഞത്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാണ്, നിങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയാണ്. നമ്മൾ തമ്മിൽ എന്നും ശത്രുതയാണ്, എതിർപ്പാണ് ഉണ്ടാവുക. ഹത്താ തുഅ്മിനു ബില്ലാഹി വഹദ, നിങ്ങൾ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുന്നത് വരെ. നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ്, ബഹുദൈവ ആരാധകരാണ്, ദൈവേതര ശക്തികളെ ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. അതുകൊണ്ട് നിങ്ങളും ഞങ്ങളുമായിട്ട് ആദർശപരമായോ ആത്മീയമായോ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാവുകയില്ല. നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബിയുടെ മാതൃക പിന്തുടരുന്ന നമ്മൾ സമൂഹത്തിന്റെ സിമ്പതിയും താല്പര്യവും കിട്ടാൻ വേണ്ടി അവരുടെ കൂടെ കൂടി അള്ളാഹു നിശ്ചയിച്ച കർമ്മങ്ങളെ അതിന്റെ യഥാസ്ഥാനത്ത് നിന്നും ദിവസത്തു നിന്നും മാറ്റുന്നത് ശരിയില്ല എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വിശദമായ ഒരു വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. മറ്റൊന്ന് പെരുന്നാളുമായിട്ട് ആഘോഷവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. നമ്മുടെ ഇസ്ലാമിന്റെ ആഘോഷത്തിന്റെ പ്രത്യേകത അത് ആരാധനയാണ്. അത് ഒരു ആഘോഷമല്ല, ചിരിയും കളിയും തമാശയും മാത്രമല്ല. നമ്മൾ ഈ നിർവഹിച്ചത് പെരുന്നാൾ ആഘോഷത്തിന്റെ ഒരു ഭാഗമാണ്. ഇതിന് പ്രതിഫലമുണ്ട്. സാധാരണ ഒരു ആഘോഷത്തിന് പ്രതിഫലമില്ല. അത് ധാർമ്മികതയുടെ സീമകൾ അതിലംഘിക്കാത്ത വിധം നമുക്ക് നിർവഹിക്കാം. അവിടെ കളിയുണ്ടാവും, ചിരിയുണ്ടാവും, സന്തോഷം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും, ആഹ്ലാദം ഉണ്ടാവും, അതിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് കൂലിട്ടില്ല. അതേസമയത്ത് പെരുന്നാളിന്റെ ആഘോഷം പ്രതിഫലാർഹമായ കാര്യമാണ്. കാരണം ഈ ആഘോഷം അള്ളാഹു നിശ്ചയിച്ചതാണ്. അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ആഘോഷം മതിമറന്നാകാൻ പാടില്ല, തഖ്വക്ക് വിരുദ്ധമാകാൻ പാടില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരാകാൻ പാടില്ല. ആഘോഷമാണ്, എന്തുമാകാം എന്ന് നമുക്ക് ആലോചിക്കാൻ പാടില്ല. ധാർമ്മികതയിൽ ഒതുങ്ങി നിൽക്കുന്ന, കൂടുതൽ തഖ്വ പ്രാപിക്കുന്ന, പ്രാർത്ഥനകളും ദിക്റുകളും വർദ്ധിപ്പിക്കേണ്ടുന്ന ആരാധനയാണ്. ആ ആരാധനയാണ് ആഘോഷമായിട്ട് അള്ളാഹു പ്രവാചകന് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ അത് ആഘോഷമായിട്ട് തന്നെ കാണണം. ഇന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ടത്. ഏറ്റവും നല്ല വസ്ത്രം, കഴിയുന്നത്ര ഏറ്റവും നല്ല വസ്ത്രം അണിയേണ്ടത് പെരുന്നാൾ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെള്ള വസ്ത്രമാണ്. പക്ഷേ നബി പെരുന്നാളിൽ ഏറ്റവും അജ്മലായ വസ്ത്രമാണ് ധരിക്കുക. ഏറ്റവും ഭംഗിയുള്ളത് ഏതാണോ അതാണ്. അതിന് എല്ലാ കളർ വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു, പച്ചയും ചുവപ്പും എല്ലാ വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട ഒരു കളറുണ്ട്, കുങ്കുമ കളർ എന്ന് പറയും. ആ കളറല്ലാത്ത എല്ലാ കളറും അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് പെരുന്നാളിന്. കാരണം അന്ന് പെരുന്നാൾ ആയതുകൊണ്ട് വെള്ള എന്നതിനല്ല പ്രാധാന്യം, ഭംഗി എന്നതിന് ആണ് പ്രാധാന്യം. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഭംഗിയുള്ളതായി നമ്മുടെ കുട്ടികളൊക്കെ നല്ല പുതുവസ്ത്രം, കഴിയുന്നതും ചില ആളുകൾ പുതുവസ്ത്രം അണിയാൻ കഴിയാത്ത ആളുകളുണ്ടാവും. അവരെ നമ്മൾ സഹായിക്കുക കൂടി ചെയ്യേണ്ട ഒരു ദിവസമാണ് പെരുന്നാൾ ദിവസം.
അതുകൂടി നമ്മൾ കണ്ടെത്തണം. രോഗികളായ ആളുകൾ, അതേപോലെ തന്നെ വസ്ത്രം പുതിയതായിട്ട് ഉടുക്കാൻ കഴിയാത്ത ആളുകൾ, ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത ആളുകൾ, അവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പെരുന്നാൾ ഖുത്ബയിൽ പ്രധാനമായി സ്വതക്കയെ പറ്റിയായിരുന്നു, ധർമ്മം ചെയ്യുന്നതിനെ പറ്റി. അത് പ്രവാചകന്റെ കാലത്ത് മൈക്കില്ലാത്തത് കൊണ്ട് ആണുങ്ങളോട് ആദ്യം പ്രസംഗിക്കും, എന്നിട്ട് സ്ത്രീകളുടെ ഭാഗത്ത് ചെന്നിട്ട് പ്രത്യേകം പറയും. പെരുന്നാളിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിയുമെങ്കിൽ ആഭരണങ്ങളെല്ലാം നൽകി സ്വതക്ക ചെയ്യണമെന്ന് വിശ്വാസിനികളായ സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ്? പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. ആ പണം ഉപയോഗിക്കുന്നത് സാധുക്കളെ സഹായിക്കാനാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും ആനന്ദിക്കേണ്ട, ആഹ്ലാദിക്കേണ്ട, സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മുടെ ആളുകൾക്ക് മഹാഭൂരിപക്ഷത്തിന് പെരുന്നാളില്ലാത്തത് കൊണ്ട് നമുക്കിന്ന് ശോകമൂകമായ ദിവസമാകരുത്. നമുക്കിന്ന് സന്തോഷമുള്ള ദിവസമാകണം, അഭിമാനമുള്ള ദിവസമാകണം. മഹാഭൂരിപക്ഷവും അള്ളാഹു നിശ്ചയിച്ച തീയതി മാറ്റി അവരുടെ ഇഷ്ടാനുസരണം മാറ്റിവെച്ചപ്പോൾ അതേ ദിവസത്തിൽ അള്ളാഹു നിശ്ചയിച്ച ആഘോഷം അനുഷ്ഠിക്കാൻ കഴിഞ്ഞതിലുള്ള, അതിനുള്ള ഈമാനികമായ ശക്തി നൽകിയതിനുള്ള സന്തോഷം കൂടി, ശുക്ർ കൂടി അള്ളാഹുവിന് വേണ്ടി പ്രകടിപ്പിക്കേണ്ട ദിവസമാണ് ഇന്ന് എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് നിങ്ങളെ ഉണർത്തുകയാണ്. ഇനി ഞാൻ നീട്ടി പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഒരാളുടെ മനസ്സിലും ഒരു തരത്തിലുള്ള വിഷമങ്ങളോ മാനസികമായ പ്രയാസങ്ങളോ ഉല്ലാസമില്ലായ്മയോ സന്തോഷമില്ലായ്മയോ ആനന്ദമില്ലായ്മയോ ഒന്നും ഉണ്ടാകരുത്. പരിപൂർണമായ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ ദിവസത്തെ നമ്മൾ സ്വീകരിക്കണം. ലോകത്തുള്ള മഹാഭൂരിപക്ഷം ആളുകളും ഇന്നാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഹാജിമാരുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് മക്കയിലും മദീനത്തും ബൈത്തുൽ മുഖദ്ദസിലും മറ്റനേകം ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ഇന്നാണ് പെരുന്നാൾ എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം നമുക്ക് അങ്ങനെയാണ് അറിവ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളോ അങ്കലാപ്പുകളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുക. തക്ബീർ ധാരാളമായിട്ട് ചൊല്ലുക. യഥാർത്ഥത്തിൽ തക്ബീർ ചൊല്ലേണ്ടത് അറഫാ ദിവസത്തിലെ സുബഹി മുതലാണ്. നമ്മുടെ പള്ളിയിൽ ഇന്നലെ അത് ചൊല്ലിയിട്ടില്ല. എന്തുകൊണ്ട്? പള്ളിയിൽ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ആളുകളും നാളെ പെരുന്നാൾ ആഘോഷിക്കുന്ന ആളുകളും കൂടിക്കലർന്ന സമ്മിശ്രമായ ഭാരവാഹികളുള്ളതാണ് നമ്മുടെ പള്ളി. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് കരുതിയാണ് ഇന്നലെ മുതൽ നമ്മൾ തക്ബീർ ചൊല്ലാതിരുന്നത്. യഥാർത്ഥത്തിൽ ചൊല്ലേണ്ടത് അറഫ ദിവസം സുബഹി മുതലാണ്. നമ്മുടെ നാട്ടിലെ സുന്നികൾ പറയാറുള്ളത് അറഫ ദിവസം അശർ മുതലാണ് എന്നാണ്, അല്ലെങ്കിൽ മഗ്രിബ് മുതലാണ്, എന്നിട്ട് അയ്യാമു തശ്രീഖിന്റെ അശർ വരെയാണ്. യഥാർത്ഥത്തിൽ തക്ബീർ ചൊല്ലേണ്ടത് അറഫ ദിവസത്തിലെ സുബഹി മുതലാണ്. പള്ളിയിൽ പ്രത്യേകമായി ചൊല്ലേണ്ടവരുണ്ട്, സഹാബിമാർ ചൊല്ലാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉമറിനെ പോലെയുള്ള സഹാബിമാർ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ കൂട്ടമായിട്ട് തക്ബീർ ചൊല്ലും. കൂട്ടമായിട്ട് തക്ബീർ ചൊല്ലാതെ ചൊല്ലിക്കൊടുക്കുക, ചൊല്ലുക, അങ്ങനെയല്ല, മറിച്ച് എല്ലാവരും കൂടി ചൊല്ലുക. ഒരാൾ തുടക്കം കുറിക്കും, അപ്പൊ അതിന്റെ കൂടെ എല്ലാവരും ചൊല്ലും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ തക്ബീർ ചൊല്ലേണ്ടത്. നമ്മുടെ തസ്ബീഹ് പോലെയാണ്. ഒരാൾ ചൊല്ലിക്കൊടുക്കുക, മറ്റുള്ളവർ ഏറ്റു ചൊല്ലുക, അതല്ല. ഒരാൾ തക്ബീർ ചൊല്ലിക്കൊടുക്കുക, മറ്റുള്ളവർ പിന്നീട് ചൊല്ലുക, അങ്ങനെയല്ല അതിന്റെ രീതി. അപ്പൊ ആ രീതിയെ നമ്മൾ തുടർന്ന് വരുന്നത്. നമുക്കത് മാറ്റാവുന്നതേ ഉള്ളൂ. പലതും നമുക്ക് മാറ്റേണ്ടതുണ്ട്. എങ്ങനെ മാറ്റണം? ഹദീസ് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നതിനനുസരിച്ച് ചില മാറ്റങ്ങൾ നമ്മൾക്ക് വിധേയമാക്കേണ്ടി വരും. ഹദീസിനെ സംബന്ധിച്ചുള്ള മനോഹരമായ പഠനങ്ങൾ നടക്കേണ്ടി വരും. അങ്ങനെ നടക്കുമ്പോൾ ഇന്ന് നമ്മൾ ആചരിക്കുന്നതിൽ തന്നെ ചില മാറ്റങ്ങൾ വേണ്ടി വരും. ഒരു ഉദാഹരണം പറയാം. ബലികർമ്മം നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ദിവസം ഇന്നാണ്, അതിന്റെ ഏറ്റവും പുണ്യം ഇന്നാണ്. എന്നാൽ മറ്റ് ദിവസങ്ങളിൽ, അതായത് ദുൽഹജ്ജ് 11, 12, 13 ആകാമെന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. പക്ഷെ നമ്മൾ ഈ കൊല്ലം അത് കണിശത പുലർത്തിയിട്ടില്ല. എന്തുകൊണ്ട്? നമ്മുടെ കൂടെ ബലികർമ്മത്തിൽ സഹകരിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്ക് ഈ ഹദീസിന്റെയോ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെയോ ചരിത്രത്തിന്റെയോ പൂർണ്ണമായ യാഥാർത്ഥ്യം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് സ്വാഭാവികമായി ഇന്ന് നമ്മൾ ഉളഹിയത്ത് അറുത്താൽ, മൃഗങ്ങളെ അറുത്താൽ, നമ്മളോട് ആ വിഷയത്തിൽ സഹകരിച്ച സഹോദരന്മാർക്ക് വലിയ മാനസിക പ്രയാസം ഉണ്ടാവും.
അപ്പൊ പണ്ഡിതന്മാർ അനുവദിച്ചു കൊടുത്തതാണ് 11-നുമാകാം, 12-നുമാകാം, 13-നുമാകാം, ആകാം എന്നാണ്. ആ ആകാം എന്നതിലേക്ക് നമ്മളത് നീട്ടിവെക്കാനുള്ള കാരണം സാഹചര്യം നന്നായി ഉരുത്തിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നാൽ നമ്മൾ തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഉളഹിയ്യത്തും എന്നാണോ പെരുന്നാൾ ദിവസം അന്ന് നിർവഹിക്കും. കാരണം പ്രവാചകൻ എങ്ങനെയാണെന്നറിയോ? ബലിമൃഗങ്ങളുമായിട്ടാണ് ഈദ്ഗാഹിലേക്ക് പോവുക. ബലിമൃഗങ്ങളുമായി ഈദ്ഗാഹിലേക്ക് പോയി നമസ്കാരം കഴിഞ്ഞ ഉടനെ പ്രവാചകൻ ആദ്യം അറുക്കും, പിന്നെ സഹാബിമാരും അറുക്കും. പ്രവാചകൻ അറക്കാനുള്ള മൃഗത്തെ പ്രവാചകൻ അറക്കും. അങ്ങനെ സഹാബിമാരും അപ്പോഴാണ് ബലിമൃഗത്തെ അറക്കാറുള്ളത്. ആ ബലിമൃഗത്തിന്റെ മാംസമാണ് അവരാദ്യമായിട്ട് അന്ന് കഴിക്കാറുള്ളത്. ബലിപെരുന്നാളിന് അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് പ്രായോഗികമാകാത്തത് നമ്മൾ പലപ്പോഴും നമസ്കാരം കുറച്ച് വൈകിയാണ് നിർവഹിക്കുന്നത്. അതേപോലെ തന്നെ ഈ മാംസങ്ങൾ വീതിക്കുന്നതിലൊക്കെ നമുക്ക് അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ വസ്വാസുകളുണ്ട്. അവരത് മൃഗത്തെ അറക്കുന്നു, അതിന്റെ രക്തം പരിപൂർണമായി ചോർന്നു പോയാൽ അതിന്റെ ഒരു കഷ്ണം എടുക്കുന്നു, അവരത് പാകം ചെയ്യുന്നു, ചുട്ടെടുക്കുന്നു, അങ്ങനെ വേവിച്ചെടുത്തിട്ട് അത് വേഗത്തിൽ ഭക്ഷണമായിട്ട് കഴിക്കുന്നു. നമുക്കത് കറിയാകണമെങ്കിൽ തന്നെ ഒരുപാട് ഔപചാരികതകൾ വേണം. അതുകൊണ്ട് നമുക്ക് ആ സുന്നത്തെടുക്കാൻ പലപ്പോഴും കഴിയാറില്ല. അവിടേക്ക് എത്തണം എന്നതാണ് എന്റെ താല്പര്യം. ഇങ്ങനെ ബലിപെരുന്നാളിന് വളരെ നേരത്തെ നമസ്കരിക്കുക, നമസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ വെച്ച് ബലികർമ്മം നിർവഹിക്കുക. ആ ബലികർമ്മത്തിൽ നിന്ന് എടുക്കുന്ന മാംസം ആദ്യമായിട്ട് അന്ന് നമ്മൾ ഭക്ഷിക്കുക. അതാണല്ലോ ബലിപെരുന്നാളിന്റെ പ്രത്യേകത. ചെറിയ പെരുന്നാളിന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ നബി പോവുക, അത് ആരൊക്കെങ്കിലും കഴിക്കും. ബലിപെരുന്നാളിന് ഒന്നും കഴിക്കാതെ പോവുക, ആദ്യം കഴിക്കുക ഈ ഉളഹിയ്യത്തിന്റെ മാംസം വേവിച്ചിട്ട്. അതാണ് ആ സവിധത്തിലേക്ക് നമ്മൾ ഉയരണം. അത് ഉയരാൻ നമുക്ക് സാധിക്കും നമ്മളെല്ലാവരും കൂടി ആത്മാർത്ഥമായിട്ട് ദീനിനോട് സഹകരിച്ചാൽ. സമൂഹത്തെ നോക്കരുത്, വലത്തോട്ടും ഇടത്തോട്ടും നോക്കരുത്, മുന്നിലേക്കും പിന്നിലേക്കും നോക്കരുത്, മേലോട്ട് നോക്കണം. അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും അവന്റെ വഹിയിലേക്കും നോക്കണം. അങ്ങനെ നോക്കിയാൽ ഇതെല്ലാം സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകും. അതിനെന്താ പ്രത്യേകത അറിയാം? അതിന് മഹത്തായ പ്രതിഫലമാണ്. ഒരു ഹദീസുണ്ട്, ഹദീസിന്റെ സുഹത്ത് ഞാൻ പരിശോധിച്ചിട്ടില്ല. എന്റെ ഉമ്മത്ത് പരിപൂർണമായി ഫസാദിലാകുമ്പോൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവന് 100 ഷഹീദിന്റെ കൂലി കിട്ടുന്ന. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ നടപ്പിലാക്കിയതുപോലെ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ നടപ്പിലാക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് 100 ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ത്യാഗം അയാൾ സഹിക്കേണ്ടി വരും എന്നാണ് അതിന്റെ അർത്ഥം. ആ ത്യാഗത്തിന് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിയാൽ ആ ത്യാഗം വരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ സത്യത്തിൽ ഉറച്ചു നിന്ന് ആ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിന്നിട്ട് അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കാം. ഇന്ന് ഈ 2-3 ദിവസങ്ങളിലായിട്ട് പല ഭാഗത്തു നിന്നും എന്റെ പരിചയക്കാരായ പല ആളുകളും വിളിച്ചു. അവരെല്ലാം പറയുന്നത് നിങ്ങൾ നിർവഹിക്കുന്നതാണ്, ചന്തക്കുന്നിൽ നടപ്പിലാക്കുന്നതാണ് ശരി എന്ന് ഞങ്ങൾക്കറിയാം. അത് നമ്മുടെ ഭാഗത്തുള്ള മുജാഹിദുകൾ മാത്രമല്ല, മർക്കസു ദഅവായിലുള്ള മുജാഹിദുകൾ മാത്രമല്ല, മറുഭാഗത്തുള്ള പല ആളുകളും, ആ പള്ളിയുടെ ഭാരവാഹികളടക്കം എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് ശനിയാഴ്ച തന്നെയാണ്, പക്ഷേ ഞായറാഴ്ച പെരുന്നാൾ നമസ്കരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. നിങ്ങൾ അങ്ങനെ നടപ്പിലാക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങളുടെ പിന്തുണയുണ്ട്. അങ്ങനെ എത്ര ആളുകൾ കേരളത്തിൽ ധാരാളം ആളുകളുണ്ട്. അപ്പോ നമ്മുടെ മതസംഘടന അതിന് അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ നമ്മൾ മുമ്പിൽ നടക്കണം, മറ്റൊന്നും ആലോചിക്കരുത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നത് ഈ മനുഷ്യരാണ് എന്നാണ്. അപ്പൊ നമ്മളൊരു സമ്മേളനം നടത്തി, അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയാൽ ഈ ആളുകളുടെ സഹകരണം, അവർ പങ്കെടുത്തത് കൊണ്ടാണ് ഇതിന്റെ വിജയം, ആളുകളാണ് ഇതിനെ വിജയിപ്പിച്ചത്, അതാ നമ്മൾ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വിജയിപ്പിച്ചത് അള്ളാഹുവാണ്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രതിസന്ധി അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുവെങ്കിൽ ഒന്നും നടക്കുകയില്ല. നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം കരിപ്പൂർ സമ്മേളനം നടത്തി. നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്ന് ഒരു മാസം മാറ്റിവെച്ചു മഴ കാരണം. എന്നാൽ നമ്മൾ നിശ്ചയിച്ച ദിവസവും മഴയായിരുന്നെങ്കിലോ നമ്മുടെ സമ്മേളനം നടക്കൂല, അപ്പൊ അത് വിജയകരമാകൂല. അപ്പൊ യഥാർത്ഥത്തിൽ അത് വിജയിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. പക്ഷെ നമ്മൾ പ്രചരിപ്പിക്കുന്നത്, വിശ്വസിക്കുന്നത് എന്താണ്? ആളുകൾ വന്നിട്ടാണ് അത് വിജയിപ്പിച്ചത്, ആളുകൾ കൊണ്ടാണ് വിജയമുണ്ടായത്. ഇങ്ങനെ അള്ളാഹുവിനാൽ നടത്തപ്പെടുന്ന കാര്യങ്ങൾ സൃഷ്ടികളാൽ നടത്തപ്പെടുന്നു എന്ന ചിന്ത എന്ന് പരിപൂർണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നുവോ അന്ന് മാത്രമേ നമുക്ക് അടിയുറച്ച സത്യത്തിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട്
എല്ലാ കർമ്മങ്ങളും സുന്നത്ത് അനുസരിച്ച് നിർവഹിക്കുവാനുള്ള പ്രാപ്തി നമ്മൾ നേടണം. ഇനിയും നമ്മൾ ഉയരേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കണം, ഒന്നും കൂടി ഉയരേണ്ടതുണ്ട്. അതായത് അടുത്ത കൊല്ലമാകുമ്പോഴേക്കോ അതിന്റെ അടുത്ത കൊല്ലമാകുമ്പോഴേക്കോ നമ്മൾ എന്നാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് അന്ന് തന്നെ ബലികർമ്മവും നിർവഹിക്കുന്ന പ്രവാചകന്റെ സുന്നത്തിലേക്ക്, ആ ബലികർമ്മത്തിന്റെ മാംസമെടുത്ത് അന്ന് ആദ്യമായി ഭക്ഷണം കഴിക്കുന്ന ആ സവിധത്തിലേക്ക്. മുമ്പ് ഞാനൊരു മഹലിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഒരു സംവിധാനം ചെയ്തു. അതെങ്ങനെ ചെയ്തു വെച്ചാൽ ഈ രീതിയിലല്ല, മറ്റൊരു രീതിയിലാണ്. അതായത് ബലികർമ്മം നിർവഹിക്കുക, അതിൽ നിന്ന് അല്പം മാംസം എടുത്തിട്ട് അവിടെ ഭക്ഷണം പാകം ചെയ്യുക, എന്നിട്ട് അവിടെ കൂടിയ എല്ലാ ആളുകളും അത് കഴിക്കുക, എന്നിട്ട് മാംസവുമായി ബന്ധപ്പെട്ട മൃഗവുമായി ബന്ധപ്പെട്ട ബലികർമ്മവുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ വ്യാപൃതമാവുക. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ആ സുന്നത്തെടുക്കാം. ആദ്യം അറുത്ത മൃഗത്തിന്റെ മാംസം നമ്മൾ എല്ലാവരും കൂടി അവിടെ കുറച്ച് വെച്ച് അവിടെ കൂടിയ മുഴുവൻ ആളുകളും അത് കഴിച്ച് ആ ബലിമൃഗത്തിന്റെ ബലിയുമായി ബന്ധപ്പെട്ട ജോലികൾ വ്യാപൃതമാകുമ്പോൾ ആ സുന്നത്ത് കൂടി നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത്രയും അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ചെറുതാണെങ്കിലും പറയാനുള്ള കാരണം ഈ സാഹചര്യത്തെ കണക്കിലെടുത്താണ്. അതുകൊണ്ട് ശരിയായ വിധത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ, സത്യത്തിൽ, ആദർശത്തിൽ, പ്രവാചകന്റെ ചര്യയിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള അനുകൂലമായ സാഹചര്യം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അതിനെതിരെ വരുന്ന വിമർശനങ്ങളെയൊക്കെ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ തിരസ്കരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ നല്ല ആളുകളോടും നല്ല വിധത്തിൽ സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉളഹിയത്ത് ഇറക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ഏതെങ്കിലും അമുസ്ലിം സഹോദരന്മാർക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൂടി അത് കൊടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു നമ്മൾ മുഴക്കുന്ന ഈ ബലിപെരുന്നാൾ മുഴക്കുന്ന അള്ളാഹു അക്ബർ, അള്ളാഹു ആണ് ഏറ്റവും മഹാൻ. ആളുകളല്ല, നാട്ടുകാരല്ല, മഹല്ലല്ല, സംഘടനയല്ല, മാതാപിതാക്കളല്ല, കുടുംബങ്ങളല്ല, മക്കളും മരുമക്കളുമല്ല. ചില ആളുകൾ പെരുന്നാൾ ഇന്ന് ആഘോഷിക്കാതിരിക്കാനുള്ള കാരണം പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. എന്താ അറിയാം, മകളും മരുമകനൊക്കെ വിരുന്ന് വരാനുണ്ട്, അപ്പൊ ഞങ്ങൾ ആദ്യം പെരുന്നാൾ ആഘോഷിച്ചാൽ അത് അവർക്കൊരു പ്രശ്നമാകുന്നു. ഈ നിസ്സാരമായ കാര്യത്തിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ മതനിയമങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുന്നതെങ്കിൽ എത്ര അപകടകരമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രഖ്യാപിക്കുന്ന ആശയം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അള്ളാഹുവാണ് വലുത്. അയൽപക്കക്കാരും നാട്ടുകാരും സംഘടനകളും മഹല്ലുകാരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും അല്ല എനിക്ക് ഏറ്റവും വലുത്. ആ പ്രഖ്യാപനമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് ജീവിതത്തിൽ പുലർത്താൻ പരമാവധി ശ്രമിക്കുക. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. അവന് കൂടുതൽ സ്മരിക്കുക, കൂടുതൽ അവന് ശുക്ർ ചെയ്യുക, ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഉലഹിയത്തിൽ പങ്കെടുക്കുമ്പോഴും ആ മൃഗങ്ങളെ കാണുമ്പോഴും ഒക്കെ തക്ബീർ ഉയർത്തുക. സർവശക്തനായ അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പെരുന്നാളിന് ഒരുവിടുന്ന അള്ളാഹു അക്ബർ എന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടത്താനുള്ള കഴിവും പ്രാപ്തിയും വിശ്വാസപരമായ ദാർഢ്യതയും അറിവും നൽകി അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد.